വിഷുക്കണി കാണാൻ എല്ലാവർക്കും സാധ്യമാകും. പക്ഷേ മറ്റൊരാളുടെ ജീവിതത്തിലെ വിഷുക്കണിയായി മാറാൻ നിങ്ങൾക്ക് കഴിയുമോ? വിഷുപ്പുലരി, ഒരു പുതുവർഷത്തിൻ്റെ ആദ്യ പ്രഭാതം. വിഷുപ്പുലരി. നമ്മൾ കണ്ണു തുറക്കുമ്പോൾ ആദ്യം കാണുന്നത് വിഷുക്കണി. ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പുതിയ തുടക്കത്തിൻ്റെയും പ്രതീകമാണ് വിഷുക്കണി. നിലവിളക്കും കൊന്നപ്പൂക്കളും ഫലങ്ങളും ധാന്യങ്ങളും കൊണ്ട് നമ്മൾ സ്നേഹത്തോടുകൂടി വിഷുക്കണി ഒരുക്കുന്നു. ഞാൻ അംബിക അജേഷ്, സർട്ടിഫൈഡ് ഹാപ്പിനെസ് കോച്ച് ആൻഡ് മൈൻഡ് പവർ ട്രെയിനർ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ ദയവേതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിലവിളക്ക് നമ്മെ ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ ഉള്ളിലെ പ്രകാശം ഒരിക്കലും അണയരുതേ എന്ന്. കൊന്നപ്പൂക്കൾ പറയുന്നു ജീവിതം എപ്പോഴും മനോഹരമായി തീരട്ടെ എന്ന്. പഴങ്ങളും ധാന്യങ്ങളും നമ്മെ ഓർമ്മിപ്പിക്കുന്നു ആരോഗ്യവും സന്തോഷവും എപ്പോഴും നമ്മെ തേടി വരട്ടെ എന്ന്. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. മറ്റൊരാളുടെ ജീവിതത്തിലെ വിഷുക്കണിയായി മാറാൻ നിങ്ങൾക്ക് സാധിക്കുമോ? നല്ല ചിന്തകൾ ചിന്തിക്കുന്ന ഒരു മനസ്സായും നിരന്തരം നല്ല വാക്കുകൾ മാത്രം പറഞ്ഞുകൊണ്ടും നല്ല പ്രവൃത്തികൾ ചെയ്തുകൊണ്ടും മറ്റൊരാളുടെ ജീവിതത്തിലെ വിഷുക്കണിയായി മാറാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഒരു വിഷുക്കണി ഒരു പ്രഭാതം മാത്രം സന്തോഷം തരാം. പക്ഷേ ഒരു നല്ല മനുഷ്യൻ ഒരാളുടെ ജീവിതം മുഴുവൻ പ്രകാശിപ്പിച്ചേക്കാം. ഈ വിഷു പഴങ്ങളും പൂക്കളും മാത്രമല്ല, നമ്മുടെ സ്നേഹവും കരുണയും മറ്റൊരാളുടെ ജീവിതത്തിൽ പൂക്കുന്ന വിഷുക്കണിയായി മാറാൻ സാധിക്കട്ടെ. കാണുന്ന വിഷുക്കണി ഒറ്റ ദിവസം മാത്രം, പക്ഷേ നമുക്ക് ഒരാളുടെ മനസ്സിൽ തെളിയിക്കാൻ കഴിയുന്ന പ്രകാശം ആ ഒരാളുടെ ജീവിതകാലം മുഴുവൻ നിലനിൽക്കും. ഈ വിഷുവിൽ ഒരാളുടെ കണ്ണിൽ സന്തോഷം നിറയ്ക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ തന്നെയാണ് ഏറ്റവും മനോഹരമായ വിഷുക്കണി. വിളക്ക് പോലെ വെളിച്ചം പകർന്നു, കൊന്നപ്പൂക്കൾ പോലെ ചുറ്റുപാടും മനോഹരമാക്കിയും ഫലങ്ങളും ധാന്യങ്ങളും പോലെ ആരോഗ്യവും സന്തോഷവും മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തും നിങ്ങൾക്കും മറ്റൊരാളുടെ ജീവിതത്തിലെ വിഷുക്കണിയായി മാറാൻ സാധിക്കട്ടെ. നന്ദി.